കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അനാലിസിസുമായി ഇൻഹൗസ് എക്സ്പെർട്ട് മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖർ സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് ആനന്ദ്. മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഗുഡ് മോർണിംഗ് സർ. അമേരിക്കൻ ഇൻഡെക്സ് പ്രത്യേകിച്ച് നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത ഇൻഡെക്സ് ഏകദേശം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പറയുന്നത് ഏകദേശം 1.18% ആണ്. ആൻഡ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തേക്കുന്നത് 0.12% മുന്നേറ്റത്തോടു കൂടിയാണ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. S&P 500 നോക്കുകയാണെങ്കിൽ S&P 500ലും ഈ സെയിം രീതിക്കുള്ള റിക്കവറി നമുക്ക് S&P 500ലും കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡോ ജോൺസ് പരിശോധിക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള സെഷനായിരുന്നു ഡോ ജോൺസ് രേഖപ്പെടുത്തിയത്. സോ അമേരിക്കൻ ഇൻഡെക്സിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സ് രണ്ട് ഇൻഡിസസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ 21,900 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഡൗ ജോൺസ് ഇൻഡെക്സ് വീണ്ടും ശക്തി പ്രാപിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈ ലെവലിന്റെ വളരെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ വരും സെഷൻസിൽ 44,800 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യും. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഗോൾഡിലും ഒരു ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള സെഷനാണ് ഗോൾഡിലും കാണാൻ സാധിച്ചത്. ഗോൾഡ് ഏകദേശം ഈ ലാസ്റ്റ് 2 days കൊണ്ട് മാത്രം ഗോൾഡ് 1.58% ഒരു റേഞ്ചാണ് ഗോൾഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് നിലവിൽ ഏകദേശം 0.14% മുന്നേറി $2,908 ഗോൾഡിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡിൽ സാൻഡോ ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മെഞ്ഞാന്നത്തെ വ്യാപാരത്തിലായിരുന്നു നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. ആൻഡ് ഇന്നലെ നമ്മളൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചെങ്കിൽ അതിനുശേഷം തിരിച്ചൊരു റിക്കവറി ആയിരുന്നു സ്വർണം കാഴ്ചവെച്ചത്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,870 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. അപ്പം WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ WTI ക്രൂഡ് ലാസ്റ്റ് 2 സെഷനിൽ മാത്രം WTI ക്രൂഡ് ഏകദേശം 2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ആൻഡ് നിലവിൽ ഏകദേശം 0.73% ഇടിഞ്ഞ് $70.64 ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ WTI ക്രൂഡിൽ സാൻഡോ ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന $74. ഈ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം വീണ്ടും നമുക്കൊരു ബുള്ളിഷ് മോഡിലോട്ട് ക്രൂഡ് നീങ്ങി എന്ന് പറയാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $70 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ആസ് ലോങ് ആസ് ക്രൂഡ് ഓയിൽ 70-74 ഇടയ്ക്ക് ട്രേഡ് നടത്തി വരികയാണെങ്കിൽ ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരും. യെസ് സർ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നിഫ്റ്റി ഇന്നലെ ഒരു ഹൈലി വോളട്ടൈൽ സെഷനായിരുന്നു കാണാൻ സാധിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ട്രോങ് റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. ആൻഡ് നിഫ്റ്റി ഏകദേശം ഒരു 1.46% ഒരു റേഞ്ചും കൂടി നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റി ഈ ഒരു റിക്കവറി നടത്തിയത് നിഫ്റ്റി January 27 ക്രിയേറ്റ് ചെയ്ത ലോയിൽ നിന്നാണ് നിഫ്റ്റി ഈ ഒരു റിക്കവറി നടത്തിയേക്കുന്നത്. സോ നിഫ്റ്റിയിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റിയുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുക. ഓൺലി തിങ് ഇസ് നിഫ്റ്റി 50 ഒരു മേജർ സപ്പോർട്ട് 24,750 പോയിന്റിൽ ഫോം ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ബട്ട് ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുമോ എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി 50 കാണണമെങ്കിൽ വരും സെഷൻസിൽ 23,700 പോയിന്റ് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 24,300 പോയിന്റിലാണ്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്കും കൂടി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് അവറിലൊരു വളരെ വലിയ സെൽ ഓഫ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ല റിക്കവറിയും കൂടി ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചു. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഏകദേശം 0.15% മുന്നേറ്റത്തോടു കൂടിയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സാൻഡോ ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കിപ്പോൾ 48,700 പോയിന്റിലെ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നത്.
നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 50,400, അതിനുശേഷം 51,300 പോയിന്റിന് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ റേഡാറുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. ലാസ്റ്റ് സെഷൻ ഏകദേശം 1.38% ഇടിവാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 1039 രൂപയ്ക്കാണ്. സോ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ സാൻഡോട്ടേക്കുന്നതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഈസ് നൈസ് കേസ് സ്റ്റഡി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പാതയില 39% ഒരു നെറ്റ് പ്രോഫിറ്റ് ഒരു ഇടിവായിരുന്നു ഈ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ബട്ട് മറ്റ് ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും കഴിഞ്ഞ 10-12 ദിവസത്തിനിടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു റിക്കവറിയെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ വരും സെഷൻസിൽ നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് 990-1000 രൂപയുടെ സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. അത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരും സെഷൻസിൽ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജിൻ്റെ Q3 ഏർണിങ്സ് പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 16.14% ഇടിവാണ് ഭാരത് ഫോർജ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിഡയിലും എബിഡ മാർജിനിലും ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് റവന്യൂവിൽ ഏകദേശം 10.12% ഇടിവാണ് ഭാരത് ഫോർജ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഭാരത് ഫോർജ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 38.82% താഴെയാണ് നിലവിൽ ഭാരത് ഫോർജിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.69% ഇടിഞ്ഞ് 1104 ഭാരത് ഫോർജ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഭാരത് ഫോർജിൽ സാൻഡോട്ടേക്കുന്നതാണ്. ഭാരത് ഫോർജിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയും കാണാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദിസ് മൊമെന്റ് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. ഇന്ന് ഏർണിങ്സ് വരാനിരിക്കുന്ന സ്റ്റോക്കും കൂടിയാണ്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.91% മുന്നേറി 454 രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അഫ്കോൺസിൽ സാൻഡോട്ടേക്കുന്നതാണ്. അഫ്കോൺസിന്റെ കേസിൽ ഇറ്റ്സ് എ വെരി വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകൾ ആയിട്ടില്ല. ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെച്ച ഒരു സ്റ്റോക്ക് അഫ്കോൺ. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 418 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.48% ഇടിവാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയേക്കുന്നത്. അതിൻ്റെ 1216 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ റിലയൻസിൽ സാൻഡോട്ടേക്കുന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രി വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന് 1980 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ വരും സെഷൻസിൽ നമ്മൾ ഈ ഒരു ലെവല് ശ്രദ്ധിച്ചിരിക്കണം. കാരണം നിഫ്റ്റി 50യിൽ ഒരു റിക്കവറി നടക്കണമെങ്കിൽ റിലയൻസ് തീർച്ചയായിട്ടും ആ ഒരു റിക്കവറിയിൽ പങ്കെടുക്കണം. റിലയൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1290, അതിനുശേഷം 1330, അതിനുശേഷം 1400. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നിരിക്കുന്ന സ്റ്റോക്ക് ബാങ്കിങ്ങിലെ ഒരു ഹെവി വെയിറ്റ് ആണ് HDFC ബാങ്ക്. ലാസ്റ്റ് സെഷനിൽ 0.32% മുന്നേറ്റമാണ് HDFC ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് 1706 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ HDFC ബാങ്കിൽ സാൻഡോട്ടേക്കുന്നതാണ്. HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1750 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 80 മുതൽ 100 രൂപയുടെ നേട്ടം ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കാണാൻ സാധിക്കും. ആൻഡ് അതിന് ശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് ഇതിന് 1890 രൂപയിലും ആയിരിക്കും. യെസ് സർ. നമുക്ക് എന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാനുള്ള സമയമായി. റഷീദ് ഒരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.84% മുന്നേറ്റമാണ് IDFC ഫസ്റ്റ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് 68.16 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ സാൻഡോട്ടേക്കുന്നതാണ്.
IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് 65 അതിനുശേഷം 67. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 6 രൂപയുടെ നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ മേജർ റെസിസ്റ്റൻസ് 72 രൂപയായിരിക്കും. 72ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ജൂപ്പിറ്റർ വാഗൻസിനെ പറ്റിയാണ്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 60% താഴെയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 2.44% മുന്നേറ്റവും ജൂപ്പിറ്റർ വാഗൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ജൂപ്പിറ്റർ വാഗൻസിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഓൾമോസ്റ്റ് എവറി റെയിൽവേ സ്റ്റോക്കിലും നമുക്ക് ബെയറിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ജൂപ്പിറ്റർ വാഗൻസിന്റെ കേസിലും സിമിലർ ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ബെസ്റ്റ് പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഷോർട്ട് കവറിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 360, 380, 400. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് PTC ഇന്ത്യനെ പറ്റിയാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 63% മുന്നേറ്റമാണ് PTC ഇന്ത്യ രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് റവന്യൂവിൽ ഏകദേശം 0.2% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിഡയിൽ 24% മുന്നേറ്റവും എബിഡ മാർജിനിൽ ഏകദേശം 9.1% മുന്നേറ്റവും PTC ഇന്ത്യ രേഖപ്പെടുത്തി. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 2.21% ഇടിഞ്ഞ് 132 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ PTC ഇന്ത്യയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി PTC ഇന്ത്യയുടെ കേസിലും നമുക്ക് ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 125 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 160, അതിനുശേഷം 185ന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലേലാൻഡിനെ പറ്റിയാണ്. ഇന്നലെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. പോസിറ്റീവ് റിസൾട്ടായിരുന്നു. ആൻഡ് ഇന്നലെ ഏകദേശം 7.68% മുന്നേറ്റമാണ് അശോക് ലേലാൻഡ് കാഴ്ചവെച്ചേക്കുന്നത്. അതിന് ക്ലോസ് ചെയ്തേക്കുന്നത് 219 രൂപയിലാണ്. സോ അശോക് ലേലാൻഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അശോക് ലേലാൻഡിന്റെ കേസിൽ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കൺസോൾട്ടേഷനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസായി മാറിയിട്ടുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ വരും സെഷൻസിൽ 235 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 195 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IRFC ആണ്. നിലവിലത്തെ ഈ ഒരു മന്ത് മാത്രം സ്റ്റോക്ക് വീണത് 16% ആണ്. ആ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.71% ഇടിഞ്ഞ് 125 രൂപയിലാണ് IRFC ക്ലോസ് ചെയ്തേക്കുന്നത്. സോ IRFCയിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ റെയിൽവേ സ്റ്റോക്സിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. സോ IRFC, IRCTC, RVNL, റെയിൽടെൽ മുതലായ ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്താലും നമുക്ക് അണ്ടർടോൺ വളരെ ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് ഇത്തരം സ്റ്റോക്സിലൊക്കെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.47% മുന്നേറ്റമാണ് PNB കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് 95.67 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്ക് 90 രൂപയ്ക്ക് അടുത്ത വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 90 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഹോൾഡ് ദ പൊസിഷൻ. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 105, അതിനുശേഷം 112 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മധു എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് സെക്ഷനുകളിൽ ഒരു ഹൈ വോൾട്ടാലിറ്റിയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ആ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.51% മുന്നേറി 598 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്.
സോ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ഹിൻഡാൽകോയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ 555 രൂപയിൽ ഒരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 555 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 630 അതിനുശേഷം 665 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് കല്യാൺ ജുവലേഴ്സിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.47% ഇടിവാണ് കല്യാൺ ജുവലേഴ്സ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 512 രൂപയിലാണ്. സോ കല്യാൺ ജുവലേഴ്സിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ നമുക്ക് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒത്തിരി വോളറ്റിലിറ്റിയെ കാണാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു വോളറ്റിലിറ്റി ആൻഡ് സെൽ ഓഫിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് കഴിഞ്ഞൊരു 5-8 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 495 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യം തന്നെ 585, അതിനുശേഷം 630, അതിനുശേഷം 670. 670 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്ന റെയിൽവേ സ്റ്റോക്കിനെ പറ്റി തന്നെയാണ്. IRCTC ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1% മുന്നേറ്റമാണ് IRCTC രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 759 രൂപയിലാണ്. സോ IRCTCയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IRCTCയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 718 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ ആദ്യം തന്നെ 842, അതിനുശേഷം 910 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി എന്ന് പറയുന്നത് ഈസാഫിനെ പറ്റിയാണ്. ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 2.7% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 31.94 രൂപയിലാണ്. സോ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസാഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് IT സ്റ്റോക്കിനെ പറ്റിയാണ്. വിപ്രോ ലാസ്റ്റ് സെക്ഷനിൽ ഏകദേശം 0.89% ഇടിവാണ് വിപ്രോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് വീക്ക്ലി ബേസിസിൽ ഏകദേശം -2.39%, ആൻഡ് ഏകദേശം ഒരു 6 മന്ത് റിട്ടേൺസ് പരിശോധിക്കുകയാണെങ്കിൽ 23.83% ഒരു സ്ട്രോങ് റിട്ടേൺസ് വിപ്രോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് നിലവിൽ ക്ലോസ് ചെയ്തേക്കുന്നത് 310 രൂപയിലാണ്. സോ വിപ്രോയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? വിപ്രോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 295 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ഐനോക്സ് വിന്നെ പറ്റിയാണ്. ലാസ്റ്റ് സെക്ഷനിൽ ഏകദേശം 5.6% മുന്നേറ്റമാണ് ഐനോക്സ് വിൻഡ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് 175 രൂപയിലാണ് ഐനോക്സ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഐനോക്സ് വിൻഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ നമുക്ക് ജനുവരി അവസാനത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 155 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 192. 192ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ഐഷ മോട്ടോഴ്സിനെ പറ്റിയാണ്. ലാസ്റ്റ് 3 സെഷനിൽ മാത്രം 10.13% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. ലാസ്റ്റ് സെഷനിൽ 2.47% ഇടിഞ്ഞ് 4849 രൂപയിലാണ് ഐഷ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഐഷ മോട്ടോഴ്സിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഐഷ മോട്ടോറിന്റെ കേസിൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്.
ഈ സ്റ്റോക്ക് നിഫ്റ്റി 50ക്ക് എഗൻസ്റ്റ് ആയിട്ടായിരുന്നു കഴിഞ്ഞ 1.5 മാസം നമുക്ക് റിട്ടേൺ നൽകിയത്. ബട്ട് ഈ കമ്പനിയുടെ റിസൾട്ട് 10 ദിവസം മുൻപ് അനൗൺസ് ചെയ്തതിന് ശേഷം കനത്ത സെല്ലിങ്ങും നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4760 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. 5000, 5040, 5120 ഈ 3 ലെവൽസ് ആയിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത്. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ബർജർ പെയിൻസിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ 1.85% മുന്നേറ്റമാണ് ബർജർ പെയിൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ബർജർ പെയിൻസിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ബർജർ പെയിൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 450 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഹേർഡിൽ 505 അതിനുശേഷം 525. 525 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ശ്രീറാം ഫൈനാൻസിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.6% മുന്നേറ്റമാണ് ശ്രീറാം ഫൈനാൻസ് രേഖപ്പെടുത്തിയേക്കുന്നത്. അതിന് ക്ലോസ് ചെയ്തേക്കുന്നത് 547 രൂപയിലാണ്. സോ ശ്രീറാം ഫൈനാൻസിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 490 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 610 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് ലെവൽസ് 625, 645. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് സിയാറാം സിൽക്ക് മിൽസ് ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.49% ഇടിവാണ് സിയാറാം സിൽക്ക് മിൽസ് ലിമിറ്റഡ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് 684 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ SIYSIL ഓർ സിയാറാം സിൽക്ക് മിൽസ് ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? സിൽക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 600 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഷോർട്ട് കവറിംഗ് നേരിടുന്നുണ്ടെങ്കിൽ 760, 800, 845 ഈ 3 റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്ക് യു സർ. നമുക്ക് എന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രത്തോളം അനാലിസിസും ഇൻഡെപ്ത് പെർസ്പെക്റ്റീവ്സും നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിന്